നമുക്കിന്ന് പൂ പറിക്കാൻ നമുക്ക് ഒരു ഹാരം കിട്ടണം. അപ്പം പൂ പറിക്കാൻ നമുക്ക് പോകാം കേട്ടോ. പോമോ? ശരി, നമുക്ക് നേരെ എന്നിട്ട് പൂ പറിക്കാൻ നമ്മുടെ ഗാർഡനിലോട്ട് കയറാൻ കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഫുള്ള് നിറച്ച് തെറ്റിപ്പൂവ്, തുളസി, പനിക്കൂർക്കയില ഇതൊക്കെ കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിങ്ങനെ നോക്കുമ്പോൾ കാട് പോലെ തോന്നും, പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന എല്ലാം പൂ തരുന്ന ചെടികളാണ് കേട്ടോ. നല്ല നല്ല ചെടികളാണ്. ഇത് നമ്മുടെ ഈ ഗാർഡൻ്റെ തൊട്ടടുത്ത് ഗേറ്റിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ വീട്. നമ്മുടെ ക്ഷേത്രം നമ്മുടെ വീട് ഒരു ഓടിപ്പോയി അമ്മയെ തൊഴാനുള്ള അത്ര ദൂരേ ഉള്ളൂ. നമ്മൾ നേരെ പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഹാരം കെട്ടാൻ തുടങ്ങാം കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മകരവിളക്കനുബന്ധിച്ച് നമ്മുടെ ഇവിടെ അയ്യപ്പനെ വെച്ച് നമുക്കിവിടെ പൂജ ചെയ്യാം. അപ്പോൾ ഓരോ ദിവസം ഓരോ വീട്ടുകാരാണ് ഹാരം കെട്ടേണ്ടതും പോയി വിളക്ക് കൊളുത്തേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഹാരം കെട്ടുകയാണ്. ഹാരം കെട്ടി കൊണ്ടിടുമ്പോഴത്തേക്കും നമുക്കും അതൊരു സന്തോഷം, ഭഗവാന് ചാർത്തിയല്ലോ എന്നൊരു സന്തോഷത്തിലിരിക്കുകയാണ്. വൈകിട്ട് പോകണം കേട്ടോ. കെട്ടിയിട്ട് ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇത് ഞാനും അമ്മയും പിള്ളേരും എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ നേരെ തന്നെ പോയി വിളക്കൊക്കെ കൊളുത്തി അയ്യപ്പന് ഹാരമൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അയ്യപ്പൻ്റെ അടുത്ത് കിടക്കുന്നത് ഞാൻ കെട്ടിയ ഹാരമാണ്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഹാരമൊക്കെ ഇട്ടു. എന്നിട്ട് കുറച്ച് സമയം ശരണമൊക്കെ വിളിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.